നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ ടൗൺ വാർത്തകൾ. തൊടുപുഴയിൽ റോഡ് സീബ്ര ലൈനുകൾക്കും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കും അധികാരികളും വഴിയോര കച്ചവടക്കാരും വില കൽപ്പിക്കുന്നില്ല. വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് മൂലവും വഴിയോര കച്ചവടക്കാരുടെ റോഡ് കയ്യേറ്റം മൂലവും പൊറുതിമുട്ടുമ്പോഴാണ് ഈ കാണുന്ന സ്ഥലം തൊടുപുഴയുടെ നിയമപാലകരായ പോലീസ് സ്റ്റേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും സിവിൽ സ്റ്റേഷന്റെയും ഹൃദയഭാഗത്ത് മുനിസിപ്പൽ പാർക്കിന് എതിർവശമാണ്. തൊടുപുഴയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കടന്നു പോകുന്നതും പാർക്കിൽ വരുന്നതും പല പല പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ സ്ഥലം ദിനം പ്രതി തിരക്കിലാണ്. എന്നാൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവ നാളുകളിൽ മാത്രം സ്ഥലത്തിന്റെ സൈഡുകൾ വഴിയോര കച്ചവടത്തിനായി മുനിസിപ്പാലിറ്റി അനുവദിക്കാറുണ്ട്. ഉത്സവം പ്രമാണിച്ച് ക്ഷേത്ര ഭരണാധികാരികൾ അത് അളന്നുകൊടുത്ത് വാടകയും ഈടാക്കുന്നു. എന്നാൽ ഉത്സവം കഴിഞ്ഞ് 18 ദിവസമായിട്ടും വഴിയോര കച്ചവടക്കാർ റോഡ് വിട്ടുകൊടുത്തിട്ടില്ല. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ് കാത്തിരിക്കാനായി വരുന്ന പൊതുജനത്തിനും സ്കൂൾ കുട്ടികൾക്കും ഈ വഴിയോര കച്ചവടക്കാർ ഏറെ പ്രതിസന്ധികളാണ്. റോഡിന്റെ സീബ്ര ലൈൻ വിട്ടും ഇവരുടെ കച്ചവട തോരണങ്ങൾ കെട്ടി തൂക്കിയിരിക്കുന്നതും റോഡിന്റെ നടപ്പാതയിലേക്ക് ഇറക്കി വെച്ച കട, ഇതെല്ലാം ഒട്ടേറെ പ്രതിസന്ധികളാണ് പൊതുജനം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന കച്ചവടക്കാർ അമിതമായ വാടകയും കൊടുത്ത് ബിസിനസ് ലാഭകരമല്ലാത്തതുകൊണ്ടാണ് കടകൾ വിട്ടുപോകാത്തത്. സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. പക്ഷേ ഉത്സവം കഴിഞ്ഞ് 18 നാളുകൾ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ പൊതുജനത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അപകടങ്ങൾ തന്നെ ഉണ്ടാകാനും സാധ്യതകളേറെ. മൂവാറ്റുപുഴ ഭാഗങ്ങളിലേക്കും അടിമാലി ഭാഗങ്ങളിലേക്കുമുള്ള ബസ് കാത്തിരിപ്പ് സ്ഥലമാണിത്. ബഹുമാനപ്പെട്ട തൊടുപുഴ മുനിസിപ്പാലിറ്റി അധികാരികൾ എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾക്ക് വേണ്ട സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.